നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തിഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 404th day. Today, 4th ശ്ലോക ഓഫ് 6th chapter. For details, please see the description box. ഗീതാസ് ഭക്തിഗീതം, ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 404 ദിവസം. ഇന്ന് 6ാമത്തെ അധ്യായത്തിലെ 4ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഹരിശ്രീ ഗണപതേ നമ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ, കൃഷ്ണം വന്ദേ വ്രജപ്രിയം, കൃഷ്ണം ദ്വൈപായനം വന്ദേ, കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായ ദ്വൈതദീപമായി, മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി, കാരുണ്യവാരിധിയായി, വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 6ാമത്തെ അധ്യായത്തിലെ 4ാമത്തെ ശ്ലോകം. മാസാനാം വിഗ്രഹേയാനി താനി ത്യാജാനി സർവദാ, സഹായാശ്ചേതരേ ചാത്ര കർത്തവ്യാസോദ്യമാശ്ചയേ. മാസാനാം വിഗ്രഹേയാനി താനി ത്യാജാനി സർവദാ, സഹായാശ്ചേതരേ ചാത്ര കർത്തവ്യാസോദ്യമാശ്ചയേ. ഓം തത്സത്. ഈ സപ്താഹം വായിക്കേണ്ട മാസങ്ങൾ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു. ഇപ്പോൾ പറയുകയാണ്, ഈ ഗ്രഹയുദ്ധങ്ങൾ ഏതേതു മാസങ്ങളിൽ വരുന്നുവോ ആ മാസങ്ങളെ ഈ സപ്താഹ പാരായണത്തിന് ഉപയോഗിക്കാൻ പാടില്ല. സപ്താഹയജ്ഞം ഈ ഗ്രഹയുദ്ധങ്ങൾ വരുന്ന മാസങ്ങളിൽ പാടില്ല. സപ്താഹയജ്ഞം സാധിക്കുവാൻ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ, ഉത്സാഹശീലമായിട്ടുള്ള കർത്തവ്യത്തിന് ചോദ്യമാശയ, അതായത് സഹായം ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നതായിട്ടുള്ള ഉത്സാഹികളായിട്ടുള്ള എല്ലാ ജനങ്ങളും ഈ സപ്താഹം ചെയ്യുവാനുള്ള സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കണം എന്ന് പ്രത്യേകം എടുത്തു പറയുകയാണ്. എന്തെന്നാൽ ഒരു ദേശത്തിന് തന്നെ നന്മ തരുന്നതാണ് ഒരു സപ്താഹം. ആ സപ്താഹം നടത്തുവാൻ വേണ്ടി ഉത്സാഹശീലരായ ഭഗവത് ഭക്തന്മാരായ എല്ലാവരും അതിനു വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കണം. ഓരോ സ്ഥലത്തും നടക്കുന്ന, അതായത് ഓരോ ഗ്രഹയുദ്ധങ്ങൾ തമ്മിൽ നടക്കുന്ന ഈ 9 ഗ്രഹങ്ങൾ ഉള്ളതും ആ ഗ്രഹസ്ഥിതികളൊക്കെ നോക്കിയിട്ട് ജ്യോത്സ്യന്മാരോട് നോക്കിക്കൊണ്ട് പറയണം ചെയ്യാനെന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുകയാണ്, ഗ്രഹയുദ്ധങ്ങൾ നടക്കുന്ന സമയത്ത് സപ്താഹം ഒഴിവാക്കണം. സപ്താഹത്തിന് എല്ലാവരും ഉത്സാഹികളായിട്ട് സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കണം എന്ന് പറയുകയാണ് ഈ ശ്ലോകത്തിൽ. ശ്ലോകം ഒരിക്കൽ കൂടി. ഓം ശ്രീകൃഷ്ണായ നമോ. മാസാനാം വിഗ്രഹേതാനി യാനി, മാസാനാം വിഗ്രഹേയാനി താനി ത്യാജാനി സർവഥാ, സഹായാശ്ചേതരേ ചാർത്ത കർത്തവ്യാസോദ്യമാശ്ചയേ. ഓരോരുത്തരുടെയും കർത്തവ്യമാണ് എന്നാണ് പറയുന്നത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ നന്മയും എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഓം തത്സത്.